നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. പാരസെറ്റമോൾ സിറപ്പിന് പകരം ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രമേഹമുള്ളവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഹെഡ്ഫോൺസ് നിരന്തരം ചെവിയിൽ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിക്കൻ പോക്സ് വാക്സിനേഷൻ ഫലപ്രദമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ലഭിക്കും. ഡോക്ടർ പാരസെറ്റമോൾ സിറപ്പ് എഴുതി, പക്ഷേ കൊടുത്തത് പാരസെറ്റമോൾ ഡ്രോപ്സ് ആയിപ്പോയി. കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു സ്ഥിരം അപകടമാണിത്. കുഞ്ഞിന്റെ ജീവൻ വരെ പോയേക്കാം. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് കൺസൾട്ടന്റ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ സരനാണ്. നമുക്ക് ഡോക്ടർക്ക് പറയാനുള്ളത് കേട്ടു നോക്കാം. പനിക്ക് നമ്മൾ കൊടുക്കുന്ന പാരസെറ്റമോൾ മരുന്ന് കഴിച്ച് ഒരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. കണ്ണൂരിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാർത്ത നിങ്ങളിൽ പലരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ഞാൻ പലതവണ നമ്മുടെ ഈ ഒരു പേജിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും പറ്റിയിരിക്കുന്ന ഒരു തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ വീണ്ടും ഇടുന്നത്. അവിടെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ കുട്ടികളുടെ ഡോക്ടർ പനിക്കുള്ള മരുന്ന് സിറപ്പായിട്ട് കൊടുത്തു. എന്നാൽ ഈ സിറപ്പിന്റെ കുറിപ്പടിയുമായിട്ട് പോയ സമയത്ത് മനസ്സിലാക്കുന്നത് ഫാർമസിയിൽ നിന്ന് അവർക്ക് കിട്ടിയത് സിറപ്പിന് പകരം ഡ്രോപ്സ് ആണ്. അപ്പോ സിറപ്പ് എത്ര ML എന്ന് പറഞ്ഞോ അതേ ML തന്നെ ഡ്രോപ്സ് കൊടുത്തു. പക്ഷേ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോഴും പലരുടെയും വിചാരം, ഇപ്പൊ എന്താ അതിന് പ്രശ്നം? രണ്ടും പാരസെറ്റമോൾ മരുന്ന് തന്നെയല്ലേ, ഇപ്പൊ സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുത്താൽ എന്താണ് പ്രശ്നം? അതുകൊണ്ട് ആ കുട്ടി എങ്ങനെ ഇത്ര ഗുരുതരാവസ്ഥയിലായി എന്നൊക്കെ പലരും ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു ടോക്ക് ഞാൻ ഇടുന്നത്. കുട്ടികളിലെ സിറപ്പും ഡ്രോപ്സും തമ്മിൽ വലിയ അന്തരമുണ്ട്, പ്രത്യേകിച്ചിട്ട് പാരസെറ്റമോൾ. നോക്കൂ, സിറപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ കുപ്പിയിൽ കിട്ടുന്ന സാധനമാണ്. ഡ്രോപ്സ് എന്ന് പറയുന്നത് ഫില്ലറുമായിട്ട് വരുന്ന ഒരു കുഞ്ഞു കുപ്പിയാണ്. ഇത് മാത്രമല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ കോൺസെൻട്രേഷനിലും വലിയ വ്യത്യാസമുണ്ട്. ഒരു സിറപ്പിൽ നമ്മുടെ നാട്ടിൽ പല ബ്രാൻഡുകളുണ്ട്. ഇപ്പോ കാൽപോള്, അങ്ങനെ ഞാനിപ്പോ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല, പല ബ്രാൻഡുകളും നമ്മുടെ അവിടെ അവൈലബിൾ ആണ്. അപ്പോ ഇതിന്റെയൊക്കെ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോളോപാർ, കാൽപോൾ എന്നൊക്കെ പറയുന്നതാണ് ബ്രാൻഡ് നെയിം. പക്ഷെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് പാരസെറ്റമോൾ തന്നെയാണ്. അപ്പോൾ സിറപ്പുകൾ വരുന്ന കോൺസെൻട്രേഷൻ പലതും വ്യത്യസ്തമാണ്. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു 5 മില്ലിയിൽ എത്ര mg മരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സിറപ്പിന്റെ കോൺസെൻട്രേഷൻ. അത് 5 മില്ലിയിൽ 120 ഉള്ള മരുന്നുകൾ വരുന്നുണ്ട്, 5 മില്ലിയിൽ 125 mg ഉള്ള മരുന്നുകൾ വരുന്നുണ്ട്, 5 മില്ലിയിൽ 250 ഉള്ള മരുന്നുകൾ വരുന്നുണ്ട്, 5 മില്ലിയിൽ 240 ഉള്ള മരുന്നുകൾ വരുന്നുണ്ട്, 5 മില്ലിയിൽ ഇവൺ 500 mg വരെയുള്ള മരുന്നുകൾ സിറപ്പ് രൂപത്തിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഓരോ കമ്പനികളുടെ പേരുകളാണ്. ഇത് ഫോർമുലേഷൻ എന്ന് പറയും. അതായത് ഒരു 5 ml എത്ര മരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന കോൺസെൻട്രേഷൻ. അത് തന്നെ ഓരോ സിറപ്പുകളിലും വ്യത്യസ്തമാണ്. അപ്പൊ മരുന്നുകൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തും 250 mg in 5 ml അല്ലെങ്കിൽ 125 mg in 5 ml എന്ന് മരുന്നിന്റെ സൈഡിൽ ഡോക്ടർ രേഖപ്പെടുത്തണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ആ മരുന്നിന്റെ എത്ര ml എന്നുള്ളതാണ്. ഈ എത്ര ml എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ കുട്ടികളുടെയും വെയിറ്റ് നോക്കിയിട്ടാണ് എത്ര ml എന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് ഒരു കിലോഗ്രാം 10 കിലോഗ്രാം ഉള്ള കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ അളവായിരിക്കില്ല 15 കിലോഗ്രാം ഉള്ള കുട്ടിക്ക് കൊടുക്കുക. ഇപ്പോ പാരസെറ്റമോളിന്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 15 mg/kg ആണ്. അതായത് ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും 15 mg വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞതാ കേട്ടോ. ചിലർ 10 mg വെച്ചിട്ടും കൊടുക്കാറുണ്ട്. ഒരു 10 to 15 mg/kg ആണ്. അതായത് ഒരു 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ 150 mg ആണ് ഏകദേശം ആ കുട്ടിക്ക് വേണ്ട അളവ്, മരുന്നിന്റെ അളവ് പാരസെറ്റമോളിന്റെ. അപ്പോ ഇതാണ് സിറപ്പ്. എന്നാൽ ഡ്രോപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലിയിൽ തന്നെ വളരെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അതായത് സാധാരണ നമ്മുടെ അവിടെ വരുന്ന കാൽപോൾ ഡ്രോപ്സ് ആയാലും ഡോളോ ഡ്രോപ്സ് ആണെങ്കിലും 1 മില്ലിയിൽ 100 mg ആണ് അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും സിറപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ, ഡ്രോപ്സ് പറയുമ്പോൾ കുഞ്ഞു ഡ്രോപ്സ് അല്ലേ എന്ന് വിചാരിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു ഡ്രോപ്സിന്റെ 1 മില്ലിയിൽ തന്നെ പലപ്പോഴും 100 mg അടങ്ങിയിട്ടുണ്ട്. അപ്പോ 5 മില്ലിയിൽ എത്രയായി? 500 mg ആയി. അപ്പോ ഒരു ഡോക്ടർ ഒരു കുഞ്ഞിന് സിറപ്പ് 125 mg/5 ml ഉള്ള സിറപ്പിന്റെ 5 മില്ലിയാണ് കൊടുക്കാൻ പറഞ്ഞതെന്ന് വെക്കുക. ഓക്കെ, ഇതിന്റെ തന്നെ നമ്മൾ പോയിട്ട് ഡ്രോപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ 5 മില്ലി കൊടുത്താൽ എന്താവും അവസ്ഥ? 125 mg/5 മില്ലിയുടെ കിട്ടേണ്ട 5 മില്ലി കിട്ടേണ്ട സ്ഥലത്ത്, അതായത് 125 mg മാത്രം കിട്ടേണ്ട സമയത്ത് നമ്മൾ ഡ്രോപ്സിൽ 5 ml കൊടുത്തു കഴിഞ്ഞാൽ 500 മില്ലിഗ്രാം ആണ് ആ കുട്ടിക്ക് കിട്ടുക. അതായത് ഡോക്ടർ എഴുതിയതിനേക്കാൾ ഏകദേശം 4-4.5 ഇരട്ടി മരുന്ന് നമ്മൾ അറിയാതെ, അത് ഒരു തവണയല്ല കൊടുക്കുക, പലപ്പോഴും ഓരോ 6 മണിക്കൂർ കഴിയുമ്പോഴും കൊടുക്കാൻ പറയും ഡോക്ടർമാര്. അപ്പോ ഈ പറയുന്ന 4-5 ഇരട്ടി ഡോസ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ആരുടെയും തെറ്റുകൊണ്ടല്ല. പലപ്പോഴും
ഫാർമസിയിൽ നിന്ന് എടുത്തു തരുന്ന ആളുകൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം, ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് തെറ്റുപറ്റാം, അച്ഛനമ്മമാര് സിറപ്പിന് പകരം ഡ്രോപ്സ് എന്ന് പറഞ്ഞ് വാങ്ങാം. ഇങ്ങനെ പല തെറ്റുകൾ, ചിലപ്പോൾ ഡോക്ടർമാർക്ക് എഴുതുന്നതിലും തെറ്റുപറ്റാം. ഇതൊക്കെ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഡ്രോപ്സും സിറപ്പും വലിയ വ്യത്യാസം, മരുന്ന് മാത്രമേ ഒന്നുള്ളൂ. എന്നാൽ ഓരോ മില്ലിയിലും അടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ അളവ് ഡ്രോപ്സിലും സിറപ്പിലും വലിയ വ്യത്യാസമാണ്. പലരും കരുതുന്ന പോലെ ഡ്രോപ്സിൽ അത് കുറവും സിറപ്പിൽ അത് കൂടുതലും അല്ല. നേരെ തിരിച്ചാണ് പലപ്പോഴും. സിറപ്പിൽ ഒരു 5 ml അല്ലെങ്കിൽ 5 ml 125 mg 250 mg ഒക്കെയാണ് ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും ഡ്രോപ്സിൽ 1 മില്ലിയിൽ തന്നെ 100 mg ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരിക്കലും ഡോക്ടർ സിറപ്പ് എന്ന് എഴുതിയാൽ പോയിട്ട് ഡ്രോപ്സ് വാങ്ങരുത്. ഞാനതാണ് പിന്നെയും പറയുന്നത്. അപ്പൊ ഡോക്ടർമാർ സിറപ്പ് എഴുതുമ്പോൾ അവരുടെ കുറിപ്പടിയിൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കുക ഇത് സിറപ്പാണോ ഡ്രോപ്സ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം സിറപ്പിന് പകരം ഡ്രോപ്സ് അങ്ങനെ വല്ലതും മാറ്റി ഫാർമസിയിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധം വേണം ഇത് സിറപ്പല്ല ഡ്രോപ്സ് ആണ്, തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരിക്കലും സിറപ്പിന് പകരം ഉള്ള ഓൾട്ടർനേറ്റീവ് അല്ല ഡ്രോപ്സ്. ഓരോ കുട്ടിക്കും വെയിറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ മരുന്ന് എഴുതുന്നത്. അത് പാരസെറ്റമോൾ മാത്രമല്ല, എല്ലാ മരുന്നുകളും അങ്ങനെയാണ്. ഇനി ഇങ്ങനെ ഹൈ ഡോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ മരുന്നിന് ഒരു പരിധിയിലപ്പുറം ഹൈ ഡോസ് ഞാൻ പറഞ്ഞല്ലോ 1 കിലോഗ്രാമിന് 15 mg എന്ന് വെച്ചിട്ട് പോകേണ്ട മരുന്ന് ചിലപ്പോൾ അതിന്റെ 4-5 ഇരട്ടി മരുന്നായിരിക്കും നമ്മൾ ഓരോ 6 മണിക്കൂറും കുട്ടിക്ക് കൊടുക്കുക. ഏതൊരു മരുന്ന്, അതിപ്പോ മരുന്ന് എന്നല്ല, ഏതൊരു വസ്തുവും വേണ്ടതിലധികം ഡോസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സൈഡ് എഫക്ട് ഉണ്ടാവും. അപ്പോൾ പാരസെറ്റമോളിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് യൂഷ്വലി അത് ബാധിക്കുന്നത് ലിവറിനെയാണ്, കരളിനെയാണ്. അപ്പോൾ ലിവർ ഫെയിലിയറിലേക്കും കാര്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരിക്കലും പാരസെറ്റമോളിന്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ. പലരും അങ്ങനെ ഇതിനെ പല ഓൺലൈൻ മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടു, പാരസെറ്റമോൾ മരുന്ന് കാരണം. അങ്ങനെയല്ല. ഏതൊരു മരുന്നും ഇത്തരത്തിൽ 4-5 ഡോസ് എക്സ്ട്രാ ഡോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇരട്ടി എക്സ്ട്രാ ഡോസ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുമല്ലോ സൈഡ് എഫക്ട്. അപ്പൊ അത് അങ്ങനെ വരുന്നതാണ്. പലപ്പോഴും ഇത് കുട്ടികളുടെ മരണത്തിന് വരെ കാര്യമായേക്കാം. നമ്മൾ ഇതിന്റെ ചികിത്സ, ഇനി പാരസെറ്റമോൾ അങ്ങനെ ഒരു ഓവർഡോസ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. N-acetylcysteine എന്ന് പറയുന്ന മരുന്ന് ഇതിന് അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം മരുന്ന് വെച്ചിട്ട് നമുക്കത് ശരിയാക്കാൻ നോക്കാൻ സാധിക്കും. പക്ഷേ ഇനി അതിൽ നിന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ലിവർ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്കൊന്നും പോവേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഞാൻ പിന്നെയും പറയുന്ന കാര്യമാണ്, ഇതാണ് ഡ്രോപ്സും സിറപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇത് എല്ലാ അച്ഛനമ്മമാരിലേക്കും നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കണം. ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇനിയെങ്കിലും സംഭവിക്കാതെ ഇരിക്കട്ടെ കേട്ടോ. ബൈ. ഈ പറഞ്ഞ ഒരു സിമ്പിൾ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ അപകടം ഒഴിവാക്കാം. ഇനി നമുക്ക് പ്രമേഹമുള്ളവർക്ക് മാനസിക സംഘർഷം ഉണ്ടാകുമോ എന്നറിയാം. ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ ഡയബറ്റിക് ഡിസ്ട്രസിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. നമുക്ക് ഡോക്ടർ ശ്രീജിത്ത് N. കുമാറിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. നമസ്കാരം. ഡയബറ്റീസ് ഡിസ്ട്രസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതായത് പ്രമേഹമുള്ളവർക്കുള്ള വലിയ കടുത്ത മാനസിക സംഘർഷം. അത് പ്രമേഹം കൊണ്ട് തന്നെ വന്നിരിക്കുന്ന സംഘർഷം. ഇനി ഡയറ്റ് ചെയ്യണമല്ലോ, എക്സസൈസ് ചെയ്യണമല്ലോ, അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, അത് ചെയ്തു തുടങ്ങാനുള്ള വിമുഖത, ഇടയ്ക്ക് ഒരു റെബല്യൻ, ഇല്ല ഞാൻ എല്ലാം കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മധുരമൊക്കെ അധികം കഴിക്കുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥയെക്കുറിച്ച് ആണ് പരാമർശിച്ചിരിക്കുന്നത്. ഡയബറ്റീസ് ഡിസ്ട്രസ് അത് വലിയൊരു പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഉഷ്ണേന ശാന്തി എന്നുള്ളതാണ്. അതായത് ഈ അവസ്ഥ മറികടക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നാൽ ഡയറ്റ് ആൻഡ് എക്സസൈസ് തന്നെയാണ്. നല്ല ഭക്ഷണം, അതായത് ധാരാളം പച്ചക്കറികൾ, മിതമായി പഴവർഗ്ഗങ്ങൾ, ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ധാന്യം, കിഴങ്ങ്, മധുരം ഒഴിവാക്കുന്ന ഭക്ഷണം നമ്മൾ നിത്യേന കഴിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ശീലമാകുന്നു. അത് ശരീരത്തിന് നൽകുന്ന നിരവധി ഗുണങ്ങൾക്ക് പുറമെ മനസ്സിന് വലിയൊരു സന്തോഷവും ഉന്മേഷവും നൽകുന്നുണ്ട്. മാത്രവുമല്ല വ്യായാമത്തോളം വലിയ ആന്റി ഡിപ്രസന്റ് ഒരുപക്ഷെ ഇല്ല. എത്രത്തോളം നമ്മൾ വ്യായാമം ചെയ്യുന്നുവോ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യായാമം, സൈക്ലിംഗ് ആകാം, നടത്തമാകാം, നീന്തലാകാം, ഡാൻസിംഗ് ആകാം, അത് എല്ലാ ദിവസവും 1/4 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ ശാരീരികമായി ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നത് രണ്ടാമതാണ്. ഏറ്റവും പ്രധാനം മനസ്സിന് വല്ലാത്ത സന്തോഷവും ഉന്മേഷവും അത് നൽകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അവസ്ഥ മറികടക്കുവാൻ ഭക്ഷണ ക്രമീകരണവും വേഗത്തിൽ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ പോക്സ്. രോഗത്തിന്റെ ആരംഭത്തിൽ തലയുൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളിൽ ചെറിയ ചുവന്ന തടുപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. കൈകളേക്കാൾ ഉപരി തലയിലും ഉടലിലുമാണ് കൂടുതൽ ഇത് കാണപ്പെടുക. ഈ രോഗം ബാധിച്ചാൽ മൂക്കു ചീറ്റുന്നത് മൂലമോ തുമ്മുന്നത് മൂലമോ രോഗം ബാധിച്ച ശരീരഭാഗങ്ങൾ സ്പർശിക്കുമ്പോഴോ വളരെ വേഗം വായുവിലൂടെ രോഗം പകരുന്നു. ഈ പകർച്ചവ്യാധി വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷൻ എടുത്താൽ അത് ഉപയോഗപ്രദം ആകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ENT സർജനും
IMA സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സുൽഫി നൂഹു ആണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. ഹൈ ഇൻഫെക്ടിവിറ്റി ഉള്ള ഒരു രോഗമാണ്. നമ്മുടെ ഡ്രോപ്ലെറ്റ്സിലൂടെ ചിക്കൻ പോക്സ് ബാധിച്ച ഒരാളിന്റെ നാം തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സിലൂടെ പകരാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ലോസ് കോൺടാക്ട് വരികയാണെങ്കിലും പകരുവാനുള്ള സാധ്യതയുണ്ട്. പകരുന്നത് ഈ ചിക്കൻ പോക്സിന്റെ ലീഷൻസ് വരുന്നതിന് 1-2 ദിവസം മുൻപ് മുതൽ ഈ ശരീരത്തിൽ വരുന്ന കുമിളകൾ പോലെയുള്ള ലീഷൻസ് പരിപൂർണമായിട്ടും പോയി അത് സ്കാബായി മാറി കരിഞ്ഞു പോകുന്നവരെയുള്ള ഒരു പീരീഡിൽ ഇതിൽ ഇൻഫെക്ഷൻ പടർത്തുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ചിക്കൻ പോക്സ് വരാതിരിക്കുവാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഒരുപക്ഷെ നാം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാതിരിക്കുകയും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്ന ഒരു രീതി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സിന് വാക്സിനേഷൻ ലഭ്യമാണ്. ഒരുപക്ഷെ എക്സ്പോസ്ഡ് ആയാൽ പോലും ഈ വാക്സിനേഷൻ പ്രൊട്ടക്ഷൻ നൽകും. എക്സ്പോസ്ഡ് അല്ലാത്തവർക്ക് 2 കുത്തിവയ്പ്പുകൾ 6 ആഴ്ച ഇടവേളയ്ക്ക് ഉള്ളിൽ ചെയ്യുന്നത് വളരെ നല്ല പ്രൊട്ടക്ഷൻ നൽകും. അപൂർവമായിട്ടാണെങ്കിൽ പോലും ചിക്കൻ പോക്സ് സ്കിന്നിലെ ലീഷൻസിനും ഉപരി ഒരുപക്ഷെ നമ്മുടെ ശ്വാസകോശത്തെയും തലച്ചോറിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും നമുക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതുവാനുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കേണ്ട ഒരു രീതി ഉണ്ടാകും. അതുകൊണ്ട് വാക്സിനേഷൻ വളരെ നല്ല പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ എത്ര ലെവല് വരെ അതിന്റെ വോളിയം ആകാം? ഹെഡ്ഫോൺ വെച്ചായാലും നമുക്ക് നമ്മുടെ ചെവിക്ക് പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ENT സർജനായ ഡോക്ടർ സുൽഫി നൂഹു തന്നെയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പലരും ചോദിക്കാറുണ്ട്, ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഡോക്ടർ പറഞ്ഞിട്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കണ്ടല്ലോ എന്ന്. ഇന്ന് രാവിലെയും കൂടി അത് കേട്ടു. അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. ഹെഡ്ഫോൺസ് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രം, അതും മറ്റുള്ളവർക്ക് ശബ്ദം മൂലമുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ മാത്രം, അപൂർവമായി മീറ്റിംഗുകളിൽ മാത്രം ഉപയോഗിക്കുക. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇയർപീസിന്റെ വോളിയം 40% ചുറ്റുവട്ടം മാത്രം നിർത്തിയാണ് ഞാനിത് ഉപയോഗിക്കുക. നിങ്ങളും അങ്ങനെ തന്നെ വേണം. ഹെഡ്ഫോൺ അത്യാവശ്യമുള്ള സമയങ്ങളിൽ വോളിയം 40% താഴെ മാത്രം. ആരോഗ്യമാനന്ദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ പരിപാടിയിലൂടെ. കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിനായി അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.